ഹായ് ഹലോ എല്ലാ മക്കൾക്കും ഫിറ്റ് മിസ്റ്ററി ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റായ ദ വാംത്ത് ഓഫ് ലവ് എന്നതിലെ ദ കിസ്സിങ് ഹാൻഡ് എന്ന ചാപ്റ്ററാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന മക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കിയാലോ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു പാഠഭാഗത്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അതാണ് കേട്ടോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ചെസ്റ്റർ ഡസ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. വൈ? എന്തുകൊണ്ടാണ് ചെസ്റ്റർ സ്കൂളിലേക്ക് പോവാൻ ആഗ്രഹിച്ചിരുന്നില്ല? എന്തുകൊണ്ട്? He wants to stay home with his mother and wants to play with his friends. He also wants to play with his toys, read books and swing on his swing. So he does not want to go to school. അവന് അവൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനുമായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. ഹി ആൾസോ വാണ്ട്സ് ടു പ്ലേ വിത്ത് ഹിസ് ടോയ്സ്. അവൻ്റെ ടോയ്സുകളോടൊത്ത് കളിക്കാൻ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കാനായിരുന്നു ഇഷ്ടം. അവന് ഊഞ്ഞാലാടാനും ആയിരുന്നു ഇഷ്ടം. അതുകൊണ്ടാണ് അവന് സ്കൂളിൽ പോവാൻ ആഗ്രഹിക്കാഞ്ഞത്. ഇഫ് യു വർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ് വാട്ട് വുഡ് ഡു യു ഡു? നിങ്ങളാണ് ചെസ്റ്ററിന്റെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇഫ് ഐ വർ ചെസ്റ്റർ ഐ വുഡ് ഗോ ടു സ്കൂൾ ഡെയിലി. I would get new friends, teachers, new books, bag, water bottle, pencil box, umbrella, etc. I like going to school. ഞാനായിരുന്നുവെങ്കിൽ എന്നും ഞാൻ ചെസ്റ്ററിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്നും സ്കൂളിൽ പോകുമായിരുന്നു. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമായിരുന്നു, പുതിയ ടീച്ചേഴ്സ്, പുതിയ ബുക്സ്, പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ പെൻസിൽ ബോക്സ്, അംബ്രല്ല, അങ്ങനെ ഇതൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നു. Chester's mother told him the old secret. What may be the secret? ചെസ്റ്ററിന്റെ അമ്മ അവനോടൊരു പഴയ രഹസ്യം പറഞ്ഞു. എന്തായിരുന്നു ആ രഹസ്യം? The old secret is the kissing hand. How did Miss Raccoon help Chester overcome his fear? ചെസ്റ്ററിന്റെ ഭയം മാറാന് മിസ് റാക്കൂൺ എങ്ങനെയാണ് സഹായിച്ചത്? Miss Raccoon kissed Chester's palm and told him, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mummy loves you, Mummy loves you. This helped him to overcome his fear. എന്താണ് റാക്കൂൺ എന്താണ് ചെയ്തത്? ചെസ്റ്ററിന്റെ കയ്യിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താണ്, നിനക്ക് ഒറ്റക്കാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് ഇങ്ങനെ സ്നേഹം കിട്ടണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ കവിളിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് അമ്മയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അമ്മയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നിങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്താണത് ആ ഒരു ചെസ്റ്ററിന്റെ ഒരു പേടി മാറാനായിട്ട് സഹായിച്ചു. ഹൗ ഡിഡ് ചെസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ? ചെസ്റ്റർ അവൻ്റെ അമ്മയെ ചുംബിച്ചപ്പോൾ എന്താണ് അനുഭവപ്പെട്ടത്? When he kissed his mother, he felt very happy and loud. He also became fearless, comfortable and safe. അവൻ്റെ അമ്മയെ ചുംബിച്ചപ്പോൾ അവനക്ക് വളരെ സന്തോഷം തോന്നി, അവനക്ക് സ്നേഹം തോന്നി, അവൻ്റെ ഒരു പേടിയൊക്കെ മാറി, അവനക്കൊരു സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. Who are the main characters in the story? ആരൊക്കെയാണ് ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ? The main characters in the story are Chester Raccoon and Mother Raccoon. വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? ഈ ഒരു കഥയിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? ദ പാർട്ട് ഐ ലൈക്ക് ഇറ്റ് മോസ്റ്റ് ഇൻ ദ സ്റ്റോറി ഈസ് ദ സീക്രട്ട് ഓഫ് ദ കിസ്സിങ് ഹാൻഡ്. എനിക്ക് ഈ ഒരു കഥയിൽ ഇഷ്ടപ്പെട്ട ഭാഗം എന്താണ്? ചുംബിക്കുന്നതിൻ്റെ രഹസ്യമാണ്. കയ്യിൽ ചുംബിക്കുന്നതിൻ്റെ രഹസ്യമാണ്. ദ കിസ്സിങ് ഹിയർ ഷോസ് എ മദേഴ്സ് ലവ് ആൻഡ് കെയർ. ഈ ഒരു ചുംബനം എന്ത് കാണിക്കുന്നു? ഒരു അമ്മയുടെ സ്നേഹവും കരുതലും കാണിക്കുന്നു. വിച്ച് മേക്സ് ഹെർ സൺ കംഫർട്ടബിൾ ആൻഡ് സേഫ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവളുടെ മകന് കംഫർട്ടബിൾ, ആ മകന് ഒരു സുഖം അനുഭവപ്പെടുന്നു, അതുപോലെ തന്നെ സുരക്ഷിതനാകുന്നുണ്ട്. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, ഗസ്സിംഗ് ഗെയിം. ഗസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഗസ് ചെയ്യുന്നൊരു ഗെയിമാണ്. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. എന്താണ് ഈ സ്റ്റോറിയിൽ കുറച്ച് വേർഡ്സ് നിങ്ങളോട് ചൂസ് ചെയ്യാൻ പറയണം, എന്നിട്ട് അഭിനയിച്ച് കാണിക്കാനാണ്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട്
ഒരു എന്താണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വേർഡ് അഭിനയിച്ച് കാണിച്ചു കൊടുത്താൽ ഗസ് ചെയ്യാൻ പറയണം. അത് ഏത് വേർഡാണെന്ന് ഗസ് ചെയ്യാൻ പറയണം. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദ വേർഡ് ദേ വിൽ ബി ദ വിന്നേഴ്സ്. അവർക്കത് ഗസ് ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ വിന്നേഴ്സ് ആവും. ഫ്യൂ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ് യു വിൽ ബി ദ വിന്നർ. അവർക്കത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിന്നർ ആവും. അപ്പോൾ ഇത് ക്ലാസ്സിൽ ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് വേർഡ്സ് ഒക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ജയിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. ഒരു നല്ലൊരു ഗെയിമാണ് അല്ലേ? ചെയ്ത് നോക്കുക കേട്ടോ ക്ലാസ്സിൽ. ആക്ടിവിറ്റി 2. You have enjoyed reading the story, have not you? In the story, Chester Raccoon experiences different feelings. Some of his feelings are given below in column A. Match them with the suitable emoji given in column B. നിങ്ങൾ ഈ കഥ വായിച്ചില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കഥയിൽ എന്താണ് സിസ്റ്റർ റാക്കൂണിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിങ്സ് എക്സ്പീരിയൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സം ഓഫ് ഹിസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ കോളം എ. ചില ഫീലിങ്സ് കോളം എയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമോജി നിങ്ങളോട് കോളം ബിയിൽ നിന്ന് കണ്ടെത്തി യോജിപ്പിക്കാനാണ് പറയുന്നത്. കോളം എയിൽ സിസ്റ്റേഴ്സ് ഫീലിങ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. ഇവിടെ എന്താണ് ഇമോജി? ഒരു സാഡ് ആയിട്ടുള്ള ഒരു ഒന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതല്ലല്ലോ, ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ എന്തായിരിക്കും? സന്തോഷമാവും അല്ലേ? പിന്നെ ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെ കാണുമ്പോഴുള്ള പേടി. അവിടെ എന്ത് ഇമോജിയാണ് കൊടുക്കേണ്ടത് കാണിക്കുക. വെൻ മദർ കമ്പൾസ് ഹിം ടു ഗോ ടു സ്കൂൾ. അമ്മ അവനെ സ്കൂളിലേക്ക് പോകാൻ നിർബന്ധിക്കുമ്പോൾ എന്ത് ഇമോജിയാണെന്ന് നോക്കുക. വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്. അമ്മയുടെ എന്താണ് കിസ് കിട്ടുമ്പോൾ എന്തായിരിക്കും അവൻ്റെ ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോജി ഏതാണെന്ന് നോക്കുക. അപ്പോൾ അവിടെ ഏതൊക്കെയാണ് കറക്റ്റ് കൊടുക്കേണ്ടത്? വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ് എന്താണ്? ഹാപ്പി അല്ലേ? ആ ഗ്രീൻ കളർ ഉണ്ടല്ലേ മാർക്ക് ചെയ്തിട്ടുള്ളത്, ഹാപ്പി അവിടെ കൊടുക്കുക. ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. പുതിയ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും കാണുമ്പോഴുള്ള ഒരു പേടി, താഴെ കാണുന്ന ഇമോജി കൊടുക്കുക. വെൻ മദർ കമ്പൾസ് ഹിം ടു ഗോ ടു സ്കൂൾ. അമ്മ സ്കൂളിലേക്ക് പോകാൻ നിർബന്ധിക്കുമ്പോൾ കണ്ടോ ഒരു സങ്കടത്തോടുള്ള ഒരു ഇമോജി ഉണ്ട് മുകളിൽ. പിന്നെ വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്. അമ്മയുടെ ഇഷ്ടം കിട്ടുമ്പോൾ, ചുംബനം കിട്ടുമ്പോൾ എന്താണ്? അവനക്കും ഒരു ഫീലിംഗ്, ലവ് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? ആ ഇമോജി കൊടുക്കുക കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുക്കുക. ആക്ടിവിറ്റി 3. ക്രിയേറ്റ് ഇംപ്രിന്റ്സ് ഓഫ് ദ കിസ്സിംഗ് ഹാൻഡ് ബൈ ട്രാക്കിംഗ് യുവർ ഹാൻഡ്സ് ഓൺ എ piece of paper and a special message on them to show the love and support of your beloved ones. Color or paint to make them more attractive. Hold an exhibition in the classroom. ഒരു പേപ്പറിൽ നിങ്ങൾ നിങ്ങളുടെ കൈ വരക്കുക. എന്നിട്ട് എന്താ ഒരു കൈ വരച്ചിട്ട് കിസ്സിങ് ഹാൻഡിൻ്റെ എന്താണ് മുദ്രകൾ നിങ്ങളതിൽ ആഡ് ചെയ്ത് കൊടുക്കുക, വരച്ചു കൊടുക്കുക ആ ഒരു പേപ്പറിൽ. എന്നിട്ട് നിങ്ങൾ എന്താണ് സ്പെഷ്യൽ മെസ്സേജ് ആഡ് ചെയ്യുക. എന്ത് കാണിക്കാൻ? നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ലവ് ആൻഡ് സപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എന്താ പറയുക കൈ വരച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജ് ഒക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ഭംഗിയായിട്ട് കളർ കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടേത് ക്ലാസ്സിൽ എക്സിബിഷൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. Some events from the story are given below in a jumbled way. You may arrange them properly and write them down in the space provided. താഴെ കുറച്ച് കഥയിലെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്, സംഭവങ്ങൾ. പക്ഷെ അത് ജമ്പിൾഡ്, കുഴഞ്ഞു മറിഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്, തെറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട്. അപ്പോൾ നിങ്ങളോട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് താഴെ സ്പേസിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ് റാക്കൂൺ സെയ്ഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. ഒരു അത്ഭുതകരമായിട്ടുള്ള രഹസ്യം പങ്കുവെക്കുമെന്ന് റാക്കൂൺ പറഞ്ഞു. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്റർ അവൻ്റെ അമ്മയുടെ കയ്യിൽ കയ്യിൻ്റെ പാമിൽ ചുംബിച്ചു. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ അവൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് സ്കൂളിൽ പോകണ്ട എന്ന്. ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. അമ്മ നോക്കി നിൽക്കെ ചെസ്റ്റർ അവൻ്റെ സ്കൂളിൽ പോകുന്ന വഴിയിൽ ഡാൻസ് ചെയ്തു. മിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. മിസ് റാക്കൂണ് ചെസ്റ്ററിൻ്റെ കൈവെള്ളയിൽ ചുംബിച്ചു. അപ്പോൾ ഇത് നിങ്ങളോട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് താഴെ കാണുന്ന ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. Miss Raccoon said she would share a wonderful secret. Miss Raccoon kissed Chester in the middle of his palm. Chester took his mother's hand and kissed her palm. Chester danced his way to school as his mother watched.
ഇതുപോലെ കറക്റ്റ്ലി എഴുതുക. ആക്ടിവിറ്റി 5. Chester Raccoon does not want to go to school. His mother compels him. Here is a part of the conversation that takes place between them. Complete the conversation and role play it. ചെസ്റ്റർ റാക്കൂണ് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല, പക്ഷെ അവൻ്റെ അമ്മ അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കമ്പൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ കോൺവെർസേഷനായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് റോൾ പ്ലേ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ചെസ്റ്റർ പറയുന്നു, മാ ഐ ഡോണ്ട് വാണ്ട് ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകണ്ട. ഇനി ബാക്കി അമ്മയും ചെസ്റ്ററും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്കത് എഴുതാം? ചെസ്റ്റർ, മാ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മ, എനിക്ക് സ്കൂളിൽ പോകണ്ട. മദർ, വാട്ട് ആർ യു സേയിങ് ഡിയർ? നീ എന്താണ് പറയുന്നത്? ചെസ്റ്റർ, ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് നിങ്ങളുടെ കൂടെ വീട്ടിലിരുന്നാൽ മതി, എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. അപ്പോൾ മദർ, യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ദർ. നിനക്ക് അവിടെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. ചെസ്റ്റർ, നോ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. വേണ്ട, എനിക്ക് എൻ്റെ ടോയ്സുമായിട്ട് കളിക്കണം, എനിക്ക് പുസ്തകങ്ങൾ വായിക്കണം. മദർ, ഡിയർ, യു വിൽ ആൾസോ ഗെറ്റ് ന്യൂ ബുക്സ് ആൻഡ് ടോയ്സ് ഫ്രം സ്കൂൾ. അപ്പോൾ എന്താ പറയുന്ന അമ്മ? നിനക്ക് അവിടെ പുതിയ ഫ്രണ്ട്സിനെയും ബുക്കുകളും ടോയ്സും ഒക്കെ കിട്ടും. ചെസ്റ്റർ, പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ദയവായി എന്നെ വീട്ടിലിരിക്കാനായിട്ട് അനുവദിക്കണം. സംടൈംസ് വി ഓൾ ഹാവ് to do things we don't want to do. I know a wonderful secret that makes you overcome your fear. അപ്പം എന്താ പറയുന്നത്? നിനക്ക് ഞാനൊരു വണ്ടർഫുൾ സീക്രട്ട് പറഞ്ഞു തരാം നിന്റെ പേടി ഇല്ലാതാക്കാൻ. സിസ്റ്റർ, എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? അതെന്ത് രഹസ്യമാണെന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താ അമ്മ പറയുന്നത്? ദ സീക്രട്ട് ഈസ് ദ കിസ്സിങ് ഹാൻഡ്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനി ആക്ടിവിറ്റി 6. Chester and his mother visit the office of the school. Chester looks around. Here is what he sees. Describe it. ചെസ്റ്ററും അവൻ്റെ അമ്മയും കൂടി സ്കൂളിലെ ഓഫീസിലെത്തി. ചെസ്റ്റർ എന്താണ് എല്ലായിടത്തും ഇങ്ങനെ നോക്കി. അവൻ എന്തൊക്കെയാ കാണുന്നുണ്ട്, എന്തൊക്കെയാണ് അവൻ കണ്ടതെന്ന് വിവരിക്കാനാണ് പറയുന്നത്. എന്തൊക്കെ കാഴ്ചകളാണ് അവൻ കാണുന്നത്? The school's headmaster is sitting on a chair. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട്. And a teacher is standing near him. അവൻ്റെ അടുത്ത് ഒരു ടീച്ചർ നിൽക്കുന്നുണ്ട്. 2 teachers are sitting in the office. 2 ടീച്ചേഴ്സ് ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. One of the teachers is reading book and other teacher is listening. ഒരു ടീച്ചർ ബുക്കുകൾ വായിക്കുകയാണ്, ഒരു ടീച്ചർ അത് കേൾക്കുന്നുണ്ട്. There is a dustbin near the table. എന്താണ്? ടേബിളിൻ്റെ അടുത്തൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്. Things on the headmaster's table are perfectly organized. എന്താണ്? ഹെഡ് മാസ്റ്റർ ടേബിൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എ ക്ലോക്ക് ആൻഡ് കലണ്ടർ ഈസ് ഹാങ്ങിങ് ഓൺ ദ വാൾ. ചുമരിലെ ഒരു ക്ലോക്കും കലണ്ടറും തൂക്കിയിട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഓഫീസിൽ ചുറ്റും കാണുന്നത് അല്ലേ? ആക്ടിവിറ്റി 7. Chester comes to the class and sits on the front of bench. His teacher comes and introduces herself. She asks the students to introduce themselves. Chester stands up and introduces himself. Here is his self introduction. ചെസ്റ്റർ ക്ലാസ് റൂമിലേക്ക് വന്നു. ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരുന്നു. അവൻ്റെ ടീച്ചർ എന്താണ് സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് എല്ലാ സ്റ്റുഡൻസിനോടും അവരെ കുറിച്ച് പരിചയപ്പെടുത്താനായിട്ട് പറഞ്ഞു. അപ്പോൾ ചെസ്റ്റർ എണീറ്റ് നിന്നിട്ട് എന്താണ് പരിചയപ്പെടുത്തുകയാണ്. അവൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ. Myself. Good morning, dear friends. I'm Chester Raccoon. I'm from the forest. My father is Mr. Raccoon. My mother is Chelsea Raccoon. I love my parents. I like running, jumping and playing. I would like to get new friends here. എൻ്റെ പേര്, ഞാൻ ചെസ്റ്റർ റാക്കൂൺ ആണ്. ഞാൻ കാട്ടിൽ നിന്നാണ് വരുന്നത്. എന്താണ്? മൈ ഫാദർ മിസ്റ്റർ റാക്കൂൺ. എൻ്റെ അച്ഛന് മിസ്റ്റർ റാക്കൂൺ ആണ്. എൻ്റെ അമ്മ ചെൽസ റാക്കൂൺ ആണ്. ഐ ലവ് മൈ പേരൻസ്. ഞാൻ എൻ്റെ പേരൻസിനെ സ്നേഹിക്കുന്നു. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. എനിക്ക് ചാടാനും ഓടാനും കളിക്കാനും ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്കിവിടെ പുതിയ സുഹൃത്തുക്കളെ വേണം. അപ്പോൾ അങ്ങനെയാണ് ചെസ്റ്റർ റാക്കൂണ് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി now introduce yourself to the class. How will you introduce yourself? You may write in the space provided. ഇനി നിങ്ങളെക്കുറിച്ച്
എന്താണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? അപ്പോൾ താഴെ തന്നിട്ടുണ്ട് അല്ലേ, ഒരു സ്പേസിൽ നിങ്ങൾ എഴുതുക. എന്താ ഇതുപോലെ ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റുമോ അതേപോലെ തന്നെ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേര്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, നിങ്ങൾക്ക് ആരൊക്കെയാണ് ഇഷ്ടം, ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഇഷ്ടം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഓക്കെ. Activity 8. When Chester and his mother reach school, they happen to see a notice board. Let's read the notice. അങ്ങനെ എന്താണ് ചെസ്റ്ററും അവൻ്റെ മദറും സ്കൂളിൽ എത്തിയപ്പോൾ ഒരു നോട്ടീസ് ബോർഡ് കണ്ടു. അതിൽ എന്താണ് എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഡൂസ് അതുപോലെ തന്നെ ഡോൺസ്, ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലതും, അങ്ങനെ 2 കാര്യങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. ഡോസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി, എന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യണം, സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരണം. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്, നിങ്ങളുടെ ടീച്ചറുടെ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. കംപ്ലീറ്റ് ദ അസൈൻമെന്റ്സ് ഇൻ ടൈം, അസൈൻമെന്റ്സ് അതാത് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുക. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം, സ്കൂളിൽ സമയത്തിന് എത്തുക. കീപ് ദ സ്കൂൾ ക്ലീൻ, എന്താണ് സ്കൂൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി, രാവിലെയുള്ള അസംബ്ലി സ്കിപ്പ് ചെയ്യരുത്, ഒഴിവാക്കരുത്. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ്, ക്ലാസ്സിൽ എന്താണ് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുത്. ഡോണ്ട് യൂസ് അബ്യൂസ് ലാംഗ്വേജ്, മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കരുത്. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി, സ്കൂൾ വസ്തുക്കള് നശിപ്പിക്കരുത്. ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രിമൈസസ്, സ്കൂൾ പരിസരത്ത് മാലിന്യങ്ങൾ കളയരുത്. ലിറ്റർ എന്ന് പറഞ്ഞാൽ ചപ്പ് ചവറുകളിൽ മാലിന്യങ്ങൾ കളയരുത്. ഇത്രയും കാര്യങ്ങളാണ് ആ നോട്ടീസ് ബോർഡിൽ ചെസ്റ്ററും മദറും കണ്ടത്. Imagine one of your teachers is on leave. Write down the do's and don'ts to be observed in your class in the absence of the teacher. നിങ്ങളുടെ ടീച്ചേഴ്സിൽ ഒരാൾ ലീവാണ്, ഒരു ടീച്ചർ ലീവാണ്. അപ്പോൾ നിങ്ങൾ ആ ടീച്ചർ ആബ്സെൻസ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ ഒരു സ്പേസ് കണ്ടോ, ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും. എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്, ഇങ്ങനെ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ബാക്കിനി നിങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിരീക്ഷിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ എഴുതാം? ഡു എന്നുള്ളിടത്ത് എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്, കംപ്ലീറ്റ് യുവർ നോട്ട്സ്, ഹെൽപ്പ് ഫ്രണ്ട് ഇൻ സ്റ്റഡിയിങ്, കീപ് ദ ക്ലാസ് റൂം നീറ്റ്, ഇങ്ങനെ എഴുതാം. ഇനിയും ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. ഇനി ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്, ഡോണ്ട് പ്ലേ ഇൻ ദ ക്ലാസ്, ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടീസ്, ഡോണ്ട് ടോക്ക് ലൗഡ്ലി. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഇതിൽ കൂടുതലും ഇനി എന്തൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാം കേട്ടോ. അപ്പോൾ ആ ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങളും എഴുതി കൊടുക്കാം. Activity 9. Read the following sentences from the story and note the words underlined. കഥയിലെ താഴെ പറയുന്ന കാര്യങ്ങൾ വായിച്ച് അടിവരയിട്ടിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുകയാണ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ഏതാണ്? വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ അല്ലെങ്കിൽ ഒപ്പം. ഇനി ഐ വാണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്, ഞാൻ ഊഞ്ഞാലിൽ ആടുകയാണ്. ഊഞ്ഞാലിന്മേൽ, ഓൺ എന്ന് പറഞ്ഞാൽ മേൽ, മുകളിൽ, അങ്ങനെയാണ് വരുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട. ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ ലേക്ക്, സ്കൂളിലേക്ക്. ടു എന്ന് പറയുമ്പോൾ ലേക്ക്. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്, ചെസ്റ്ററിന് അവൻ്റെ അമ്മയുടെ ചുംബനം കയ്യിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതായിട്ട് അനുഭവപ്പെട്ടു. കയ്യിൽ നിന്ന്, റഷ് ഫ്രം ഹിസ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന്, അവൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഫ്രം എന്ന് പറഞ്ഞാൽ നിന്ന്, എന്താണ് എന്താ പറയുക, അവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ, ആ ഒരു ഇതിലാണ് വരുന്നത്. ഫ്രം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന്, ഫ്രം ഹിസ് ഹാൻഡ് കയ്യിൽ നിന്ന്, അങ്ങനെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് വരുന്നത്. Pick out a few similar sentences from the story and write them down below. ഇതുപോലെ വരുന്ന പുതിയ വാക്കുകൾ നിങ്ങളോട് സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്തി താഴെ എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയുണ്ട്? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട. അവിടെ ടു വരുന്നുണ്ട് അല്ലേ. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, എനിക്ക് നിങ്ങളുടെ കൂടെ വീട്ടിൽ നിന്നാൽ മതി. കൂടെ വിത്ത് വരുന്നുണ്ട്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ് അല്ലേ,
ടോയ്സിന്റെ കൂടെ കളിക്കണം വിത്ത് വരുന്നുണ്ട്. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാനും പുതിയ ഊഞ്ഞാല് ആടാനും, പുതിയ പുസ്തകങ്ങളും പുതിയ ഊഞ്ഞാലും വായിക്കാൻ, പുതിയ പുസ്തകങ്ങൾ വായിക്കാനും പുതിയ ഊഞ്ഞാലിന്മേൽ ആടാനും കഴിയും. ഓൺ വരുന്നുണ്ട്. I learned it from my mother and she learned it from her mother. അവളുടെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. From my mother, അവളുടെ അമ്മയിൽ നിന്ന്. And she learned it from her mother. ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. And she learned it from her mother. അവളുടെ അമ്മയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ രണ്ട് സ്ഥലത്തും from വരുന്നുണ്ട് അല്ലെ. ഇനി he turned to his mother and grinned. He turned to his mother and grinned. എന്താണ്, അവൻ്റെ അമ്മയുടെ നേരെ തിരിഞ്ഞു പുഞ്ചിരിച്ചു. ടു എന്ന് പറയുമ്പോൾ ലേക്ക് എന്ന് മാത്രമല്ല നേരെ അങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ. ആക്ടിവിറ്റി 10. Here is a conversation between Chester Raccoon and his class teacher. Read and supply the missing words. ഇവിടെ ചെസ്റ്റർ റാക്കൂണും അവൻ്റെ ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷനാണ് കൊടുത്തിട്ടുള്ളത്. മിസ്സായിട്ടുള്ള വേർഡുകൾ അവിടെ ചേർത്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടല്ലേ എന്തൊക്കെ. വിത്ത്, ടു, ഫ്രം, ഇൻ. അതായത് വിത്ത് കൂടെ, ടു ലേക്ക് അല്ലെങ്കിൽ നേരെ, ഫ്രം നിന്ന്, ഇൻ ഉള്ളിൽ അല്ലെങ്കിൽ അതിൽ എന്നുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചേർത്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കോൺവെർസേഷൻ നമുക്ക് വായിച്ചു നോക്കിയാലോ. ടീച്ചർ, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം? ഗുഡ് മോർണിംഗ്, നിന്റെ പേര് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. ചെസ്റ്റർ, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റാക്കൂൺ, ഞാൻ ചെസ്റ്റർ റാക്കൂൺ ആണ്. ടീച്ചർ, വേർ ആർ യു ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത്? ചെസ്റ്റർ, ഐ ആം ഡാഷ് ദ ഫോറസ്റ്റ്, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. അപ്പം ചെസ്റ്റർ എന്താ പറയുന്നത്? ഐ ആം ദ ഫോറസ്റ്റ്, ഞാൻ കാട്ടിൽ നിന്നാണ് അല്ലെ. നിന്ന് എന്നുള്ളതിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? വിത്ത് ആണോ, ടു ആണോ, ഫ്രം ആണോ, ഇന്നാണോ? ഫ്രം അല്ലേ. അപ്പൊ എന്ത് പറയും? ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഞാൻ കാട്ടിൽ നിന്നാണ്, അതൊരു നല്ല സ്ഥലമാണ്. ടീച്ചർ, വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ദ ഫോറസ്റ്റ്, എന്താണ് നിനക്ക് കാട്ടിൽ ഇഷ്ടമുള്ള കാര്യം എന്നാണ്, എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്നാണ് ചോദിക്കുന്നത്. അവിടെ എന്താണ് കൊടുക്കേണ്ടത്? വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ ദ ഫോറസ്റ്റ്. അവിടെ ഇൻ വരും അല്ലെ, ഫോറസ്റ്റിൽ. അപ്പോൾ ഇൻ വരും. അപ്പോൾ നമ്മളവിടെ ഇൻ എന്ന് കൊടുക്കുക. ഇനി നോക്കൂ. ചെസ്റ്റർ, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ഷെയ്ഡ് ഓഫ് ട്രീസ്. ടീച്ചർ, ദാറ്റ് മസ്റ്റ് ബി ഫൺ, വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്, ഏത് ഗെയിമാണ് നിനക്ക് കൂടുതൽ കളിക്കാൻ ഇഷ്ടം? അപ്പൊ ചെസ്റ്റർ എന്താ പറയുന്നത്? ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ഡാഷ് മൈ ഫ്രണ്ട്സ്. അവന് ആരുടെ കൂടെ കളിക്കാനാണ് ഇഷ്ടം? അവനക്ക് ഫ്രണ്ട്സിന്റെ കൂടെ അല്ലേ, ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാനാണ് ഇഷ്ടം. ഏത് ഗെയിം? ഹൈഡ് ആൻഡ് സീക്ക്, ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പൊ അവിടെ എന്താ വരിക? കൂടെ എന്നുള്ളതിന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ്, വീട്ടിലേക്ക് എന്നാണ് അല്ലേ. നിന്റെ വീട്ടിലേക്ക് എപ്പോഴാണ് പോകുന്നത്? അപ്പോൾ ലേക്ക് അല്ലെങ്കിൽ നേരെ എന്നുള്ളതിനൊക്കെ എന്താണ്? ടു വരും. അപ്പോൾ വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ്, അവിടെ നമ്മൾ ടു എന്ന് എഴുതുക. ചെസ്റ്റർ, വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. എന്താണ്? ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ടീച്ചർ, ഓക്കെ താങ്ക്സ്, വി വിൽ മീറ്റ് അഗൈൻ. നമുക്ക് വീണ്ടും കാണാം. അപ്പം അവിടെ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് കണ്ടല്ലോ. അത് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. ആക്ടിവിറ്റി 11. The following is the diary entry of Anu. There are some errors in it. റീഡ് ആൻഡ് എഡിറ്റ് ഇറ്റ്. അയനുവിൻ്റെ ഡയറിയാണിത്. അത് വായിച്ചു നോക്കുക. അതിൽ കുറച്ച് എന്താണ് തെറ്റുകളുണ്ട്. അത് വായിച്ചിട്ട് കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്താ നോക്കാം. I went with a store to buy some fruits. I saw a big orange to the shelf and decided to buy it. I met my friend on that store. My friend invited me to go by the park and I went from her. We sat at the bench and ate the orange together. I threw the orange peel with the garbage. ഇവിടെ എന്തൊക്കെയാണ് മിസ്റ്റേക്ക്? തുടക്കം തന്നെ നോക്കൂ. ഐ വെന്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. അതിൽ തന്നെ വരുന്നുണ്ടല്ലേ മിസ്റ്റേക്ക്. നമ്മൾ ഏതൊരു സെന്റൻസും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം എന്ത് വേണം? ക്യാപിറ്റലാണ് ആദ്യത്തെ ലെറ്റർ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ്? ഐ എന്നത് ഇവിടെ സ്മോൾ ലെറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. ഐ എന്നത് ഒരു സബ്ജക്റ്റ് കൂടിയാണല്ലേ. അപ്പം എന്താണ്? കർത്താവാണ്. ഓക്കെ, സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഐ എന്നത് നമ്മൾ ക്യാപിറ്റലാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഐ വെന്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്. ഞാൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഞാൻ സ്റ്റോറിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനായി പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അവിടെ വിത്ത് എ സ്റ്റോർ എന്നല്ല വരേണ്ടത്. ഐ വെന്റ് ടു എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ് എന്നാണ് വരേണ്ടത്. സെക്കൻഡ് നോക്കൂ, ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ് ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. ഞാനൊരു വലിയൊരു ഓറഞ്ച് ഷെൽഫിൽ കണ്ടു, അത് വാങ്ങാനായിട്ട് തീരുമാനിച്ചു. അവിടെ ടു എന്നുള്ളിടത്ത് എന്താണ് വരേണ്ടത്? ഓൺ എന്നാണ്. ഓൺ ദ ഷെൽഫ്, ഷെൽഫിന്മേലാണ് അല്ലേ, അല്ലാതെ ഷെൽഫിലേക്ക് എന്നല്ല. അപ്പോൾ ഓൺ എന്ന് വരും കേട്ടോ, ടു അല്ല ഓൺ. പിന്നെ ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് സ്റ്റോർ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു എന്നാണ്. അപ്പോൾ ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോറിൻ്റെ മുകളിൽ അല്ലെ സ്റ്റോറിന്മേൽ കണ്ടു എന്നാണോ വരേണ്ടത്? അല്ല, സ്റ്റോറിനകത്താണ് കണ്ടത് അല്ലേ. അപ്പോൾ അവിടെ ഓൺ എന്നതിന് ഇൻ വരും. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഇൻ ദാറ്റ് സ്റ്റോർ. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ, മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്ക് ആൻഡ് ഐ വെന്റ് ഫ്രം ഹെർ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ ഒരു ഫസ്റ്റ് ലെറ്റർ, സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം നമ്മളൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ് ഇവിടെ ഒരു മൈ ഫ്രണ്ട് എന്നുള്ളിടത്ത് മൈ അല്ലെ, മൈ എന്നുള്ളത് എം സ്മോൾ ലെറ്റർ ആണ്, അവിടെ എം നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുക. ഇനി നോക്കൂ, മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് me to go by the park and I went from her. To go by എന്നല്ല, to go to the park and I went from her എന്നുള്ളിടത്ത് ഫ്രം അല്ല, I went ഞാൻ അവളുടെ കൂടെ പോയി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫ്രം അല്ല അപ്പോൾ വരുന്നത്, അവിടെ വിത്ത് എന്ന് കൊടുക്കണം. ഇനി അടുത്ത് നോക്കൂ, we sat at the bench and ate the orange together. വീണ്ടും നമ്മൾ വി എന്നുള്ളിടത്തത് എന്താ, ഡബ്ല്യു നമ്മൾ സ്മോൾ ലെറ്റർ നമ്മുടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ക്യാപിറ്റൽ ആക്കുക, ഡബ്ല്യു ക്യാപിറ്റൽ കൊടുക്കുക. സാറ്റ് അറ്റ് ദ ബെഞ്ച്, അറ്റ് ദ ബെഞ്ച് എന്നല്ല ഓൺ ദ ബെഞ്ച് ആണ് കേട്ടോ, അറ്റ് അല്ല വരുന്നത് ഇവിടെ ഓൺ ദ ബെഞ്ച്, ബെഞ്ചിന്മേൽ ഇരുന്നു. ആൻഡ് എയ്റ്റ് ദ ഓറഞ്ച് ടുഗദർ, അങ്ങനെ ഒരുമിച്ച് ബെഞ്ചിന്മേൽ ഇരുന്ന് ഓറഞ്ച് കഴിച്ചു. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ്. ഐ ത്രൂ, വീണ്ടും ഐ സെന്റൻസിന്റെ ഫസ്റ്റ് സ്മോൾ ലെറ്റർ വന്നു, നമ്മൾ ഐ എന്നുള്ളത് ക്യാപിറ്റൽ കൊടുക്കുക കേട്ടോ. ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ്, അവിടെ വിത്ത് ദ ഗാർബേജ് എന്നല്ല വരുന്നത്, ഇൻ ടു ദ ഗാർബേജ്, ഗാർബേജിലേക്ക് എറിഞ്ഞു എന്നാണ്, അല്ല ഗാർബേജിന്റെ കൂടെ എറിഞ്ഞു എന്നല്ല. അപ്പോൾ വിത്ത് ദ ഗാർബേജ്, പീൽ ഇൻ ടു ദ ഗാർബേജ്, അവിടെ ഇൻ ടു എന്നാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതിയത് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്, നോക്കുക. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത് എങ്ങനെയാണ്? I went to a store to buy some fruits. I saw a big orange on the shelf and decided to buy it. I met my friend in that store. My friend invited me to go to the park and I went with her. We sat on the bench and ate the orange together. I threw the orange peel into the garbage. Activity 12. Read the sentences from the story and split them into two. One has been done for you. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ്, കഥയിലെ സെൻറ്റൻസ് വായിച്ചിട്ട് അതിനെ രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരൊറ്റ സെൻറ്റൻസ് ആണ്, അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാമെന്നാണ് ചോദിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അപ്പോൾ നിങ്ങൾ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുകയും പുതിയ ടോയ്സുമായിട്ട് കളിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ വരും? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, അങ്ങനെ എഴുതുക. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, പിന്നെയോ യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അതായത് നിങ്ങൾക്ക് പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും, നിങ്ങൾക്ക് പുതിയ ഊഞ്ഞാലിൽ ആടാൻ കഴിയും. ഇനി അടുത്ത് നോക്കൂ, ഷീ ടുക്ക് ചെസ്റ്റർ ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. എന്താണ്? അവൾ ചെസ്റ്ററിന്റെ കൈകൾ പിടിക്കുകയും ശ്രദ്ധാപൂർവം വിരലുകൾ പൊതിയുകയും ചെയ്തു. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് നോക്കൂ, റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെന്റൻസസ്. താഴെ കൊടുത്തിട്ടുള്ള പാസേജ് വായിച്ചിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. A curious raccoon lived in the woods and it liked to explore new places. One day it found a shiny object and decided to take it back to its cozy den. I placed the object on a soft bed of leaves and stared at it with wonder. The raccoon's eyes sparkled and it had discovered a beautiful toy.
ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? വലിയൊരു സെൻറ്റൻസ് അല്ലെ, ഒരു പാരഗ്രാഫ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം. എങ്ങനെയാണ്? എ ക്യൂരിയസ് റാക്കൂൺ ലിവ്ഡ് ഇൻ ദ വൂഡ്സ്. പിന്നെയോ, ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജെക്ട്. It decided to take it back to its cozy den. It placed the object on a soft bed of leaves. It stared at with wonder. ആക്ടിവിറ്റി 13 നോക്കൂ. ഷാൾ വി പ്ലേ വിത്ത് വേർഡ്സ്. നമുക്ക് വാക്കുകളുമായിട്ട് കളിക്കാം. കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. ഒരു പസിൽ തന്നിട്ടുണ്ട്, കുറച്ച് ക്ലൂസും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ക്ലൂസ് നോക്കൂ. അക്രോസ് നേരെ കൊടുക്കേണ്ട വേർഡ്സ്, അതുപോലെ തന്നെ ഡൗൺ താഴെയായിട്ട് കൊടുക്കേണ്ട വേർഡ്സ്. ഇതിനെല്ലാം ക്ലൂസും എത്ര ലെറ്റർ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരു ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. എന്തായാലും ആൻസർ നെക്സ്റ്റ് പേജിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം സ്വയം കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ ഇതാ നിങ്ങൾ അടുത്ത പേജിൽ നോക്കിയിട്ട് എഴുതട്ടോ എന്തൊക്കെയാണ്. കണ്ടല്ലോ, ഇതാണ് ആൻസർ. അപ്പം സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കട്ടോ മക്കളെ. അതിന് ശേഷം നമുക്കിത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്ന ആക്ടിവിറ്റീസ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളാം കേട്ടോ. ഈ ഒരു ചാപ്റ്ററൂടെ തീരുകയാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ മക്കളെ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്തിട്ട് കേട്ടോ. എന്നാലേ നമ്മൾ അടുത്ത ക്ലാസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.